നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പാൻകേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഞാനിവിടെ ഒരു 1 കപ്പിൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലോട്ട് വാനില എസൻസ് പൗഡർ ഫോമിലുള്ളതാണ് ഞാനിവിടെ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ അതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക, ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്, എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബേസിക് ഇതിലുള്ളതാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിതിലോട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതും നല്ലോണം ഇതിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഞാൻ ആ ബൗള് മാറ്റിയിട്ട് ഒരു ചെറിയ ബൗള് വെക്കുകയാണ്. അതിലോട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റ് മിക്സിനേക്കാളും വളരെ ഈസി ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ഞാൻ മൈദ എടുത്ത അതേ മെഷർമെൻറ്റിൽ തന്നെ ഞാൻ സെയിം കപ്പിൽ തന്നെ ഞാൻ മിൽക്ക് എടുക്കുക, പാലിടുകയാണ്. പാല് ഞാൻ ചൂടാക്കി വെച്ചിരുന്നതാണ്. അത് നല്ലോണം തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത്. അത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു സ്പൂണിൽ കുറച്ച് മെൽറ്റഡ് ബട്ടർ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇട്ടിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്തായിട്ട് ഒരു കൊമളോ അല്ലെങ്കിൽ ബബിൾസോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഒരു ബാറ്റർ കിട്ടും നമുക്ക്. അപ്പോൾ ആ ബാറ്റർ കിട്ടുന്നവരെ നല്ലോണം നമുക്ക് വിസ്ക് ചെയ്ത് കൊടുക്കുക അതിനെ. ഇപ്പോൾ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ബേക്കിംഗ് പൗഡർ ഇട്ടത് കൊണ്ട് ഞാനിനി 1 മിനിറ്റ് വെച്ചിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് മീഡിയം ഹീറ്റിലൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബേസിക് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അതിനുശേഷം ഞാനിതിലോട്ട് കുറച്ച് ബട്ടർ, ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്ലൈസ് ബട്ടർ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ബാറ്റർ ഇത് ജസ്റ്റ് ആ സ്പൂണിലെടുത്തിട്ട് ഞാനൊന്ന് ഒഴിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ബാറ്റർ ഒഴിക്കുക. അതിനുശേഷം അതങ്ങനെ തന്നെ വിടുക, തനിയെ ആ ഷേപ്പ് വന്നോളും. നമ്മൾ ദോശയിൽ ചെയ്യണ പോലെ ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് എല്ലാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ വന്നേക്കുന്ന പോലെ ആ ചെറിയ ചെറിയ ബബിൾസ്. അപ്പോൾ ആ ബബിൾസ് വരുമ്പോൾ ഇത് നല്ലോണം കുക്കാവുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ നിങ്ങൾ പതുക്കിനെ ബബിൾസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും അതൊരു ഇത്തിരി തിക്കായ പോലെ ആവും. അപ്പം നമ്മൾക്കത് മറിച്ചിടാതെ. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മറിച്ചിടുകയാണ്. ഇനി അതും ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ എടുക്കാവുന്നതാണ്. പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇടുകയാണ്.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി എല്ലാം അതേപോലെ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ ബാറ്റർ നമ്മൾ കടയിൽ പാക്കറ്റിൽ കിട്ടില്ലേ, അതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനേക്കാളും വളരെ ടേസ്റ്റിയും സ്മൂത്തും ഒരു സോഫ്റ്റും ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കറക്റ്റായിട്ട്. അപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആ പാക്കറ്റിനേക്കാളും നല്ലത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം വേണമെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ കുറച്ച് ടേസ്റ്റ് എപ്പോഴും ബട്ടറിനായിരിക്കും. അപ്പം നമ്മുടെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ചെയ്യാതിരിക്കണ്ട. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തേൻ ഒഴിച്ച് വേണമെങ്കിൽ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് കിട്ടും, ആ ഒരു സിറപ്പ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഞാനിവിടെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ബേസിക് ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് കമൻറ്റ് രൂപത്തിൽ. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. പെട്ടെന്നാവുന്ന ഒരു റെസിപ്പിയാണിത്, ബേസിക് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അതൊരു പ്ലേറ്റിൽ സെറ്റ് ചെയ്യാം. ഞാനപ്പോൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മുകളിൽ ഞാൻ കുറച്ച് ക്രീം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.